ഹായ് ഓൾ അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് റൗട്ടിനാണ് കേട്ടോ. അതായത് ഞങ്ങൾ 4 മണിക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണ്. അതുപോലെ ചായ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ 4 മണി ചായൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എണ്ണക്കടികളൊക്കെ ഉണ്ടെങ്കിൽ ചായ കുടിക്കാൻ നല്ലൊരു ഉഷാറായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ എണ്ണക്കടികളിലെ മെയിൻ ഐറ്റമായിട്ടുള്ള പഴംപൊരി, കൂടുതൽ ഞാൻ പഴംപൊരി തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടവും അതാണ്. അപ്പോൾ അതുകൊണ്ട് 2 പഴമൊക്കെ എടുത്തിട്ട് വേഗം അത് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമല്ലോ. മൈദയും പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴംപൊരി. അപ്പോൾ പഴം പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതാ 3 പഴം കൊണ്ട് ഇവിടെ 10-20 പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നടു കട്ടാക്കിയിട്ട് അതിലിങ്ങനെ പീസ് ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. ഒരു പഴം വെച്ചിട്ട് തന്നെ ഒരു 8 പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ചായ കൂടി റെഡി ആവാനുണ്ട്. അപ്പോൾ ചായ മധുരം ഇടാത്തതും വേണം കേട്ടോ. ഉമ്മാക്ക് മധുരം കുറച്ചാണ് ചായ എടുക്കാറ്. എനിക്ക് ഉപ്പാക്കും അത്യാവശ്യം മധുരം വേണം കേട്ടോ. അപ്പോൾ 2 കപ്പിലായിട്ട് കുറച്ച് മധുരം ഇല്ലാത്തതും പിന്നെ നോർമൽ മധുരത്തിലുള്ള ചായയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പഴംപൊരിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പഴംപൊരിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ ഇതിൽ അരിപ്പൊടിയും മൈദപ്പൊടിയും ചേർത്താണ് കേട്ടോ ഇതിന് മാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശമാവ് ചേർത്തിട്ടുള്ളൊരു പഴംപൊരിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദോശമാവ് ചേർത്തിട്ടുണ്ടാക്കുന്ന പഴംപൊരി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല പൊങ്ങി വരും നമ്മുടെ പഴംപൊരിയൊക്കെ. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ റെഡി ആയിട്ടോ. ഇനി നമ്മൾ ചായ കുടിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ബാങ്ക് കൊടുക്കുന്നവരെ ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ടുള്ള ഞങ്ങളുടെ ചെറിയൊരു പരിപാടിയാണിത്. വൈകുന്നേരത്ത് ഇതുപോലെ പുളി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പുളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ 1 വർഷത്തേക്കൊക്കെ ഉള്ളത് ഒരുമിച്ച് വാങ്ങിയിട്ട് ഇതുപോലെ തോടൊക്കെ കളഞ്ഞ് കുരുവൊക്കെ എടുത്ത് നല്ലപോലെ ഉപ്പൊക്കെ ആക്കിയിട്ട് ടിന്നിലാക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് 1 വർഷം വരെയൊക്കെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുട്ടികളൊക്കെ ഇത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.